ഹായ്, ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ഫിഷ് ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ്. ഫിഷ് ഫ്രൈ ഒക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമല്ലേ, പക്ഷെ ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ഫിഷ് ഫ്രൈ ആണ്. ഈ മസാല ഉപയോഗിച്ചിട്ട് നമുക്ക് ഏത് മീൻ വേണമെങ്കിലും വറുത്തെടുക്കാം, നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഫിഷ് ഫ്രൈക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 5 മീഡിയം സൈസുള്ള മീനിൻ്റെ കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട്. ഇത് കരിമീനാണ് എടുത്തിരിക്കുന്നത്. ഇങ്ങനെ മുറിച്ച് തോലൊക്കെ കളഞ്ഞുകൊണ്ടാണ് അത് മനസ്സിലാവാത്തത്. നിങ്ങൾക്ക് ഏത് മീൻ വേണമെങ്കിലും ഇതിന് വേണ്ടിയിട്ട് എടുക്കാം. ഇനി നമുക്ക് മസാല തയ്യാറാക്കി എടുക്കാം. 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക. കാശ്മീരി മുളക് പൊടിയാണ് എടുക്കുന്നതെങ്കിൽ മീൻ വറുത്ത് കഴിയുമ്പോൾ നല്ല കളറായിരിക്കും. ഇപ്പോൾ സാധാ മുളക് പൊടിയാണ് എടുക്കുന്നതെങ്കിൽ 1 ടീസ്പൂണൊക്കെ മതിയാകും. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു പകുതി നാരങ്ങയുടെ നീര്, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ആദ്യമേ കുറേ വെള്ളം ഒഴിക്കരുത്. നമ്മൾ ഈ മസാല ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിലൊഴിക്കുന്ന വെള്ളം ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ മസാല വെള്ളം പോലെ ആയിപ്പോവും, മീനിൽ പിടിച്ചിരിക്കില്ല. മസാല മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്, ഉപ്പൊക്കെ കറക്റ്റാണ്. ഇനി നമുക്ക് മീനിലോട്ട് തേച്ച് കൊടുക്കാം. ഓരോ മീനായിട്ട് എടുത്തിട്ട് മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. എല്ലാം കൂടി ആദ്യമേ ഇതിലോട്ട് ഇട്ടിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്താൽ ചിലപ്പം ചില സ്ഥലത്തൊന്നും മസാല പിടിക്കില്ല. ഇപ്പം ചാള പോലത്തെ ചെറിയ മീനൊക്കെ ആണെങ്കിൽ നമുക്ക് ഒന്നിച്ചിട്ടിട്ട് തേച്ച് പിടിപ്പിച്ചെടുക്കാം. അയല പോലത്തെ മീനാണെങ്കിൽ നമ്മൾ മസാലയൊക്കെ അതിൻ്റെ അകത്തോട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ എല്ലാ മീനിലും മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഒരു 30 മിനിറ്റ് നമുക്കിത് മാറ്റി വയ്ക്കാം. ഞാൻ സാധാരണ രാത്രി മസാലയൊക്കെ തേച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കും, എന്നിട്ട് രാവിലെയാണ് മീൻ വറുത്തെടുക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരു 30 മിനിറ്റ് എങ്കിലും നമ്മൾ ഈ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കണം. ഇപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമുക്കിത് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാൻ ചൂടാക്കിയതിന് ശേഷം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് എണ്ണ മതി. കൂടുതൽ എണ്ണ ആയാലും നമ്മൾ വറുത്തെടുക്കാൻ അത്രയും എണ്ണ ആവശ്യവും വരില്ല, വേസ്റ്റും ആയിപ്പോവും. ഞാനൊരു 3 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചിട്ടുള്ളൂ. ആവശ്യമാണെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് വലിയ പാൻ ആയതുകൊണ്ട് എല്ലാ കഷ്ണങ്ങളും ഒരുമിച്ച് തന്നെ പൊരിച്ചെടുക്കാൻ പറ്റും. തീ മീഡിയത്തിലോട്ട് ഇട്ട് കൊടുക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പം ഏകദേശം ഒരു 7 മിനിറ്റ് കഴിഞ്ഞു. താഴെ നല്ല ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി നേരത്തെ പോലെ തന്നെ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ താഴ്ഭാഗവും ബ്രൗൺ നിറം ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ ഒഴിച്ച എണ്ണ കറക്റ്റ് ആയിരുന്നു, അപ്പം എണ്ണയൊന്നും കൂടുതൽ വേസ്റ്റായും പോയിട്ടില്ല. നമുക്കിത് പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. അപ്പം നമ്മുടെ മീൻ പൊരിച്ചത് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഈ മസാല തയ്യാറാക്കി എടുക്കാനും എളുപ്പമാണ്. ഏത് മീൻ വേണമെങ്കിലും നമുക്ക് ഈ മസാല ഉപയോഗിച്ചിട്ട് പൊരിച്ചെടുക്കാം, നല്ല ടേസ്റ്റിയുമാണ്. പെട്ടെന്നൊക്കെ വിരുന്നുകാരൊക്കെ വരുന്നെന്ന് വിളിച്ചു പറഞ്ഞാൽ ഇങ്ങനെ മീൻ പൊരിച്ചത് ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റി ആവും. അപ്പോൾ ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾ നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്ത ഉടൻ തന്നെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.